ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് എക്സാമ്പിൾസ് ആണ് കേട്ടോ ടെക്സ്റ്റിലെ. അപ്പം 5 നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്, എക്സാമ്പിൾ നമ്പർ 5 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് വേരിയബിൾസിന് വാല്യൂ കൊടുത്തിട്ട് എക്സ്പ്രഷന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ when n is equal to -2. ഇവിടെ നമ്മൾ n എന്ത് വാല്യൂ കൊടുക്കാൻ പോകണം? -2 കൊടുത്തു നോക്കാം. ഫസ്റ്റ് വൺ ചെയ്യാം കേട്ടോ. 5n -2 ഒന്നുമില്ല, എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? -2 കൊടുക്കും. ദാറ്റ് ഈസ് 5 ഇൻറ്റു -2. അതൊരു ടേം ആണ്. 5n എന്നുള്ളതൊരു ടേം ആണ്. ഞാൻ ഒരുമിച്ചൊക്കെ ബ്രാക്കറ്റ് ഇട്ട കേട്ടോ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കുക. -2. ഇനി ഇവിടെ നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൈനുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഒന്ന് പറയാവേ. നോക്കിയേ, 2 പ്ലസ് സൈൻ ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, ആൻസർ എന്നാ തന്നെ വരും. എല്ലായിടത്തും മൾട്ടിപ്ലിക്കേഷൻ ആണ് നടത്തേണ്ടത്. ആൻസറിന്റെ സൈൻ പ്ലസ് ആയിരിക്കും. ഇനി ഒരു പ്ലസും മൈനസും കൂടെ ആണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നെങ്കിലോ ആൻസർ എന്നായിരിക്കും? എപ്പോഴും മൈനസ് ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും സൈന്. ഇനി 2 മൈനസ് തമ്മിലാണെങ്കിലോ മൾട്ടിപ്ലിക്കേഷൻ, ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇത്ര നിങ്ങൾ ഓർത്ത് വെച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം മുഴുവൻ കുളമായിക്കോ. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോണേ. ഓക്കെ, ഇവിടെ നോക്കിയേ, 5ന്റെ സൈൻ എന്താണ്? പ്ലസ്. 2ന്റെ സൈൻ എന്താണ്? മൈനസ്. ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ ആൻസർ എന്നായിരിക്കണം? മൈനസ്. കണ്ടോ? -5 ഇൻറ്റു 2 10. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ ആര് കിടപ്പുണ്ട്? -2 കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യമാണ്. ഇനി അഡീഷൻ ഒക്കെയാണ് വരുന്നെങ്കിൽ, അഡീഷന്റെ സമയത്താണ് പ്ലസും മൈനസും വരുന്നെങ്കിൽ ഒന്ന് ഓർത്തേ. ഇപ്പൊ ആദ്യം തന്നെ എഴുതാം. 2 മൈനസ് സൈൻ ആണ് വന്നിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് എന്ത് സൈൻ കൊടുക്കണം? മൈനസ് സൈൻ കൊടുക്കണം. ഇനി 2 പ്ലസ് ആ വന്നെങ്കിലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആഡ് ചെയ്തിട്ട് പ്ലസ് സൈൻ. ഇനി ഒരു പ്ലസും മൈനസും കൂടെ ആണ് വന്നേക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ ആരാണോ അവരുടെ കൂടെ കിടക്കുന്ന സൈൻ ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ ഇതും മൾട്ടിപ്ലിക്കേഷനെ പഠിച്ചൊന്ന് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ 2 മൈനസ്, നോക്കിയാൽ 2 മൈനസ് നമ്മൾ എന്നാ ചെയ്യും? ആഡ് ചെയ്യും. 10 + 2 എത്രയാണ്? 12. എന്നിട്ട് എന്ത് സൈൻ കൊടുക്കണം? -12 സൈൻ കൊടുക്കണം. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്ലസും മൈനസും മാറരുത്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. സെക്കൻഡ് വൺ നോക്കാവേ. 5n² + 5n -2. ഓക്കെ, ഇവിടെ 5n² എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു n എത്രയാ? -2. എത്ര പ്രാവശ്യം? 2 ടൈംസ്. ഓക്കെ, അതൊരു ടേം ആണ്. പ്ലസ് ഇനി 5n എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു -2. ഓക്കെ, പിന്നെ -2. നമുക്ക് ഇവിടെ 5n -2 ചെയ്യേണ്ട ആവശ്യമില്ല ഈ കേസിൽ. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി 5n -2 എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. -12 ആണെന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണേൽ നേരിട്ട് ഇത് ഇട്ട് കൊടുത്തങ്ങ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ അങ്ങനെ നേരത്തെ കൊടുത്തിട്ടേക്കത്തില്ലല്ലോ, അല്ലെ? അങ്ങനെ ഒന്നും ചെയ്യാൻ കാണില്ല. അതുകൊണ്ട് ഞാൻ നല്ല തന്നെ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ ചെയ്യാം. 5 ഇൻറ്റു ഇവിടെ -2 2 ടൈംസ് ആണ്. അപ്പം നമുക്ക് എളുപ്പ വഴി നോക്കാവേ. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാ? 2 ഇൻറ്റു 2 എന്നാണ്? 4. ഓക്കെ, 4. ഇനി മൈനസിനെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോഴോ അതെന്നാകും? മൈനസും കൂടി ഇൻറ്റു ചെയ്യുക. മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ എന്നാകും? അത് പ്ലസ് ആകും. അപ്പൊ ഇവിടെ എന്നായിരിക്കും ആൻസർ? +4. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം നോക്കാം. നമുക്ക് എളുപ്പവഴിയുണ്ട്. മൈനസിന്റെ സ്ക്വയർ ആണെങ്കിൽ ആൻസർ സ്ക്വയർ ചെയ്യുവാണെങ്കിൽ പ്ലസ് ആയിരിക്കും. മൈനസിനെ ക്യൂബ് ചെയ്യുവാണെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും. അതായത് നമ്മുടെ പവറായിട്ട് കിടക്കുന്നത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 3 5 അങ്ങനെയാണ്. അങ്ങനെ വരുന്നെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി പവറായിട്ട് വരുന്നത് ഈവൻ നമ്പേഴ്സ്, അതെ 2 4 6 8. ഇപ്പൊ ഇവിടെ -6 ആണെങ്കിലോ അതിന്റെ ആൻസർ എന്നായിരിക്കും വരുന്നത്? പ്ലസ് ആയിരിക്കും. അങ്ങനെ വേണം നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഞാനല്ലേ കാണിച്ചു തരാം. നോക്കി, ഇപ്പം ഇത് കണ്ടോ,
2 പ്രാവശ്യം വന്നെങ്കിൽ മൈനസ് മൈനസ് എന്താകും, ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആകും. മൈനസ് 3 പ്രാവശ്യം വന്നാലോ ഇൻറ്റു ചെയ്യാൻ, നോക്കിയേ, മൈനസ് മൈനസും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ്, ഈ പ്ലസ് മൈനസ് കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ്. മനസ്സിലായോ? 4 പ്രാവശ്യം വരുന്നെങ്കിലോ മൈനസ് 4 തവണ. കണ്ടോ, ഈ മൈനസ് മൈനസ് കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ്, ഈ മൈനസ് മൈനസ് കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ്, പ്ലസും പ്ലസും കൂടെ ആകുമ്പോൾ പിന്നെ പ്ലസ്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ളൊരു എളുപ്പവഴിയാണ് പറഞ്ഞത്. എന്താണ് വരുന്നത്, പവർ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ മൈനസ് എന്ത് ചെയ്യും, പ്ലസ് ആയി പോകും. പവർ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് മൈനസ് 2⁻³ എന്നോ മൈനസ് 2⁵ എന്നോ മൈനസ് 2�7 എന്നോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആൻസറിന്റെ സൈൻ എന്തായിട്ട് വരും, പ്ലസ് ആയിട്ട്, പ്ലസ് അല്ല, മൈനസ് ആയിട്ട് വരും. അതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര വന്നു, ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് വന്നേക്കുന്നത് 2 വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എന്താകും, മൈനസ് സൈൻ എന്തായിട്ടാകും, പ്ലസ് ആയിട്ട് മാറും. ഇത്രയും കിട്ടി. ഓക്കെ. പ്ലസ് ഇവിടെ എന്താ വരുന്നത്, 5 × 2 10, പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്തു, പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്ത ആൻസർ -2. ഓക്കെ. 5 × 4 20. ഇവിടെ എന്താ വരുന്നത്, ഇതുണ്ടോ, പ്ലസും മൈനസും, ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ഒരു പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ -10 വരും. ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കും. ഓക്കെ. ഇനി പ്ലസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം, മൈനസ് ഒരുമിച്ച് ചെയ്യാം. പ്ലസ് 20 മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മൈനസ് സൈൻ, 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ പ്ലസ് ചെയ്തിട്ട് മൈനസ് സൈൻ. 10 + 2 12. അപ്പൊ ആൻസർ എത്ര വരും, ഇനി ഇത് പ്ലസ് ഇത് മൈനസ്, ഒരു പ്ലസും മൈനസും കൂടെ വന്നാൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ, വലുതാര 20, വലുതിന്റെ സൈൻ. അപ്പൊ +8. ആകെ പ്ലസും മൈനസും അല്ലേ, ഒന്നുമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്ലസും മൈനസും വരുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും അഡീഷണൽ സബ്ട്രാക്ഷൻ വരുമ്പോഴും, കേട്ടോ. ഇത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്യുക എന്നാണ്. അപ്പൊ പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്നാ വരും, മൈനസ്. കണ്ടോ, -10 വന്ന്, കണ്ടോ, -2. പിന്നെ ഇവര് തമ്മിൽ ഇത് പിന്നെ അഡീഷനാണ് വന്നിരിക്കുന്നത്. -10 -2 എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഒന്നും ഇല്ല. അപ്പൊ 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് -10 അതാണ് -12 വന്നേക്കുന്നത്. പിന്നെ ഇത് പ്ലസും, അല്ലാതെ നമുക്ക് സാധാരണ രീതിയിൽ സബ്ട്രാക്ഷൻ ആണ് 20 - 12 നിങ്ങൾ 8 എന്ന് എഴുതും. പ്ലസ് മൈനസ് വെച്ചുള്ളതാണ് ഞാൻ പറഞ്ഞത്. +20 -12, പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ, അങ്ങനെയാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പൊ വലുതാണെന്നനുസരിച്ച് അങ്ങനൊന്നും അല്ല വരുന്നത്. അത് പ്ലസ് ആകാം ആദ്യം കിടക്കുന്നത്, വലിയ സംഖ്യ ആകാം ആദ്യം കിടക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ സംഖ്യ ആകാം. അപ്പൊ നമുക്കതൊന്നും ബാധകമല്ല. നമുക്ക് പ്ലസും മൈനസും നോക്കിയിട്ടാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം ചെയ്യുന്നത്. തേർഡ് വൺ നോക്കാം. n³ + 5n² + 5n - 2. വാല്യൂ കൊടുക്കാൻ പോവാണ്. എന്നിന്റെ വില -2 3 times + 5 × n² -2 2 times + 5 × എന്നാ വരും, -2. ഇതൊക്കെ ഒറ്റ ഒരു ടൈം ആണ്, ഇതെല്ലാം ബ്രാക്കറ്റില് -2. ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞു നോക്കിയേ, മൈനസിന്റെ പവർ എത്രയാണ് വന്നേക്കുന്നത്, 3. 3 എന്നാ നമ്പറാണ്, ഈവൻ ആണോ ഓഡാണോ, ഓഡാണ് അല്ലേ. അപ്പൊ എന്നാ പറഞ്ഞായിരിക്കണം, സൈൻ മൈനസ് വരും. ഇനി 2 3 times മൾട്ടിപ്ലൈ ചെയ്ത് 2 × 2 4 4 × 2 8 -8 പ്ലസ്. ഇനി ഇവരെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊരു വാല്യൂ കിട്ടി. ഇവരെ ചെയ്ത് നോക്കാം. 5 × ഇവിടെ 2 ആണ്, മൈനസിന്റെ പവർ 2 ആണ്. ഞാൻ പറഞ്ഞായിരുന്നു ഈവൻ നമ്പേഴ്സ് വന്നാൽ മൈനസ് സൈൻ പവർ ചെയ്യുമ്പോഴത്തേക്ക് എന്താകും, അത് പ്ലസ് ആകും. 2നെ 2 times ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 2 4 അല്ലേ. ഓക്കെ. പ്ലസ് ഇവിടെ നോക്കിയേ, 5 × 2 10 + 5 മൈനസ്, ഒരു പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ ആൻസർ -2. ഓക്കെ. -8. ഇവിടെ നോക്കാം. 5 × 4 20 അല്ലേ, ബ്രാക്കറ്റ് മാറ്റുക. ഇവിടെ നോക്കാം, പ്ലസും മൈനസും അടുപ്പിച്ച് വന്നു. ഇത് ഇൻറ്റു അർത്ഥം, പ്ലസും മൈനസും ഇവിടെ വന്നാൽ എന്ത് ചെയ്യണം, ആൻസർ എന്നായിരിക്കും, -10 -2. ഇനി പ്ലസ് എല്ലാം കൂടെ ആദ്യം ആഡ് ചെയ്യാം, മൈനസ് എല്ലാം കൂടെ ചെയ്യാം. ആദ്യം ഇവിടെ തന്നെ ഉണ്ട് +20, അത് ഞാൻ അങ്ങ് എഴുതി. നോക്കി, ഇവരെല്ലാം മൈനസാണ്. -8 -10 -2 എല്ലാം മൈനസ് ആണെങ്കിൽ മൈനസ് സമയം നമുക്കൊരു പ്രത്യേകത ഉണ്ട് തന്നെ, എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നോക്കിയേ, 8 + 10 18 18
+2 20. അപ്പോൾ എന്ത് സൈൻ എന്നായിരിക്കും? മൈനസ്. മൈനസ് എല്ലാം കൂടെ വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് ആയി. 20 - 20 എത്രയായിരിക്കും ആൻസർ വരുന്നത്? 20 - 20 0. അത് നിങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ നോക്കാം, ഇത് പ്ലസ് ഇത് മൈനസ്. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 20 - 20 പോകെ 0. 0ക്ക് പ്രത്യേകിച്ച് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആൻസർ എത്രയാണ്? 0. ഇത് മനസ്സിലായല്ലോ അല്ലേ? പ്ലസ് ഇത് ഇത്ര നോക്കിയാൽ മതി. മൈനസിന്റെ പവർ മൈനസ് ക്യൂബ് ചെയ്യാനാണെങ്കിൽ, മൈനസ് സൈൻ ക്യൂബ് ചെയ്യാനാണെങ്കിൽ ആൻസർ മൈനസ് തന്നെ വരും. മൈനസ് സൈൻ പവർ സ്ക്വയർ ചെയ്യാനാണെങ്കിൽ, അതായത് ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ ആൻസർ എന്നായിരിക്കും? പ്ലസ് വരും. അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഇച്ചിരി കൺഫ്യൂസ്ഡ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതങ്ങ് പഠിച്ചോളും കേട്ടോ. നമുക്ക് അടുത്ത എക്സസൈസുകൾ ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾ അതങ്ങ് പഠിക്കും. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. വായിച്ച് പഠിക്കല്ലേ. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ വീഡിയോ കണ്ട് കാണുമ്പോഴത്തേക്ക് ഇത് എളുപ്പമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം, അന്നേരം അതിൻ്റെ പ്രശ്നം അറിയത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.